ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അർച്ചനയുടെ മുറിയിലേക്ക് വന്ന അവന്തിക അർച്ചനയെ ഭീഷണിപ്പെടുത്തി മുറിക്ക് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നതാ വാതില് കുറ്റിയിട്ടിട്ട് അർച്ചനയുടെ മാസ് പെർഫോമൻസ്. എല്ലാം അച്ഛനോട് എടുത്തി തുറന്നു പറഞ്ഞോളൂ എന്നും ഞാനും സച്ചിയേട്ടനും ഒരിക്കലും പിരിയില്ല എന്നൊക്കെയായിരുന്നു അർച്ചനയുടെ ഡയലോഗ്. അത് കേട്ട് അവന്തിക ആകെ ഷോക്കായതുപോലെ നിൽക്കുന്നു. ഞാൻ ദീർഘകാലം സുമംഗലിയായി തന്നെ ഇവിടെ വേണോന്നല്ലേ ഏട്ടത്തിയുടെ ആഗ്രഹം? അതങ്ങനെ തന്നെ സംഭവിക്കും. എനിക്കറിയാം ഏട്ടത്തി ആരോടും ഒന്നും പറയാൻ പോകുന്നില്ലെന്ന്, പ്രത്യേകിച്ച് അച്ഛനോട്. കാരണം നമ്മൾ ഭയപ്പെടുന്നത് പോലെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വിവാഹം മുടങ്ങിപ്പോകും എന്ന് ഏട്ടത്തിക്ക് തന്നെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഓലപ്പാമ്പിനെ കാണിച്ചുള്ള ഈ കളി ഏട്ടത്തി നിർത്തുന്നതാ നല്ലത്. ഇത് ഞാൻ സച്ചേട്ടനോട് പോലും പറയാതിരിക്കുന്നത് എന്നെ കൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാ. എല്ലാം വലിയ പൊട്ടിത്തെറിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു തീരുമാനത്തിലെത്തുന്നത്. ഈ ലോകത്തിൽ ആരാലും മാറ്റപ്പെടാത്ത ഒരു തീരുമാനത്തിൽ. ഞാനും ഇപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. സന്ദീപും അനഘയും തമ്മിലുള്ള വിവാഹം ഞാൻ മുടക്കും. സന്ദീപിനെ ആതിരയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്യും. ഇത് എന്റെ ഒരു വെല്ലുവിളിയല്ല, തിരിച്ചറിയാണ്. എന്റെ ജീവനം തന്നെയാണ് ആ തിരിച്ചറിവിനുള്ള ആധാരം. എന്നെയും സച്ചേട്ടനെ പോലെ സന്ദീപും ആതിരയും ഒരു വേർപിരിയലിനെ കുറിച്ച് ഒരിക്കലും തീരുമാനിക്കരുത്. ഏടത്തെ പോലെ തന്നെ അനഘയോട് എനിക്ക് സ്നേഹവും വാത്സല്യവും ഉണ്ട്. വാശിയൊക്കെ മനസ്സിന് പോകുമ്പോൾ ഏട്ടത്തി തന്നെ മനസ്സിരുത്തിയെന്ന് ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഏട്ടത്തി തന്നെ അനഘയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. എനിക്കറിയാം ഇതോടെ വാശി കൂടുകയുള്ളൂ എന്ന്. നടക്കാത്ത കാര്യത്തിന് പിടിവാശി നല്ലതല്ല ഏട്ടത്തി. അത് അവസാന സങ്കടമേ തിരിച്ചു തരൂ. സന്ദീപ് ആതിരയെ ഇഷ്ടപ്പെടുത്തുണ്ടെങ്കിൽ സന്ദീപ് താലി കെട്ടുന്നതും ആതിരയെ തന്നെയായിരിക്കും. ആ കാര്യത്തിൽ ഏട്ടത്തെ പോലെ തന്നെ വാശി എനിക്കുണ്ട്. ആ കാര്യത്തിൽ മാത്രം. നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നവളാണെങ്കിലും അവന്തികയേക്കാൾ എത്രയോ താഴെയാണ് അർച്ചന എന്ന ബോധ്യം എനിക്ക് ഇല്ലാഞ്ഞിട്ടല്ല. പരസ്പരം മനസ്സ് കൊടുത്ത് സ്നേഹിച്ചിട്ട് സത്യം ഒന്ന് ഉറക്കെ വിളിച്ചു പോലും പറയാത്ത അവളുടെ നിസ്സഹായതയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും എത്ര നാൾ സന്ദീപിനെ അനഘയെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ കഴിയും? ഏടത്തി നേരത്തെ പറഞ്ഞത് ശരിയാണ്. ഭാവങ്ങൾ മിന്നിമറിയാൻ ഒരുപാട് സമയങ്ങൾ വേണ്ട. ഇപ്പൊ തന്നെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഏടത്തിയുടെ മുഖത്തൂടെ എത്ര ഭാവങ്ങളാ മിന്നിമാറിപ്പോയത്. ഈ കളി എനിക്ക് ജയിച്ചേ പറ്റൂ. ഇത് എന്റെ ആത്മാവിന് തുല്യം കാണുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുത്ത വാക്കാണ്. നെല്ലിശ്ശേരിയിലെ സച്ചിദാനന്ദന്റെ ഭാര്യ അർച്ചന സച്ചിദാനന്ദൻ കൊടുത്ത വാക്ക്. ഒരു കാരണം കൊണ്ടും അത് മാറില്ല. ബാക്കിയൊക്കെ ഏട്ടത്തിയുടെ തീരുമാനം പോലെ. ഇത്രയും പറഞ്ഞിട്ട് അർച്ചന അവന്തികയ്ക്ക് പോകാൻ വാതില് തുറന്നു കൊടുക്കുന്നു. ഇത്രയൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയാതെ നിൽക്കുകയായിരുന്നു അവന്തിക. വാതില് തുറന്നതിന് ശേഷം അർച്ചന പറയുന്നു, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അന്ന് ഇതുപോലെയായിരുന്നു അർച്ചനയ്ക്ക് വേണ്ടി അവന്തിക വാതില് തുറന്നു കൊടുത്തത്. ഇപ്പോൾ അതുപോലെ തന്നെ അവന്തികയ്ക്ക് അർച്ചന വാതില് തുറന്നു കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. അന്ന് പേടിച്ചും ഭയപ്പെട്ടും ടെൻഷനോടെ നിന്നത് അർച്ചനയാണെങ്കിൽ ഇന്ന് അതേ അവസ്ഥയിൽ അവന്തികയാണ് നിൽക്കുന്നത്. അന്ന് ഒന്നും മിണ്ടാതെ അർച്ചന പുറത്തേക്ക് പോയതുപോലെ ഇന്ന് ഒന്നും മിണ്ടാതെ അവന്തികയാണ് പുറത്തേക്ക് പോകുന്നത്. വാതിലും അതുപോലെ തന്നെ അർച്ചന അടച്ചു. പുറത്തിറങ്ങിയ ശേഷം അവന്തിക അർച്ചന പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിക്കുന്നു. അവന്തികയോട് അത്രയൊക്കെ പറയാൻ പറ്റിയതിന്റെ സമാധാനത്തിലാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് അവന്തിക മീരയെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ഷോപ്പിൽ വെച്ച് കാണുന്നുണ്ട്. അവന്തികയുടെ ഈ കള്ളത്തരമൊന്നും മീരയ്ക്ക് അറിയില്ല. വളരെ സന്തോഷത്തോടെയാണ് മീര അവന്തികയോട് സംസാരിക്കുന്നത്. അവന്തിക എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞതെന്ന് മീര ചോദിച്ചപ്പോൾ പറയാം. അതിനു മുമ്പ് മീരയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കുന്നു. അയ്യോ, ഞാൻ കഴിച്ചിട്ടാണ് ഇറങ്ങിയതെന്ന് മീര പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, എന്തായാലും ജ്യൂസോ മറ്റോ പറയാം. അവന്തിക എന്താ കഴിക്കുന്നത്, അത് മതി എനിക്കും എന്ന് മീര പറയുന്നുണ്ട്. അങ്ങനെ ഒരു പൈനാപ്പിൾ ജ്യൂസിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കേട്ട് മീര പറയുന്നു, എങ്കിൽ പിന്നെ എനിക്കൊരു തണ്ണിമത്തൻ ജ്യൂസും മതി. ശേഷം അവന്തിക പറയുന്നു, ഇനി കാര്യത്തിലേക്ക് വരാം. ഞാനിത് പറയാൻ മീരയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇത് ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യമായതുകൊണ്ടാണ്. എന്റെ അനിയത്തി അനഘയെ കുറിച്ച് മീരയ്ക്ക് അറിയാലോ. നിങ്ങൾ തമ്മിൽ അല്ലറ ചില്ലറ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നും അറിയാം. മീര അതൊന്നും മനസ്സിൽ വെക്കരുത്. ഇത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. മീര പറയുന്നു, അയ്യോ എനിക്ക് അനഘയോട് പ്രശ്നമൊന്നുമില്ല, ഞാൻ അപ്പോഴേ അടക്കം മറന്നതാ. ഇത് ചോദിക്കാനാണോ അവന്തിക വരാൻ പറഞ്ഞത്? അവന്തികയ്ക്ക് എന്തോ വലിയൊരു കാര്യം എന്നോട് പറയാനുണ്ടല്ലോ എന്ന് മീര. സത്യം പറഞ്ഞാൽ ഉണ്ട്, അത് അനഘയുടെ കാര്യം തന്നെയാണ്. ഇത് മുഖവരിയോടെ പറയേണ്ട കാര്യമായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ വേഗത്തിൽ പറഞ്ഞു തീർത്ത് മീര എടുത്തടിച്ചതുപോലെ പറഞ്ഞിട്ട് പോകേണ്ട ഒരു ഉത്തരമല്ല ഇത്. ചെറുപ്പം മുതൽ അവളെ വളർത്തിയത് ഞാനും സേതു അച്ഛനും കൂടിയാണ്. ഒരു ചേച്ചി എത്ര അമ്മയായി മാറാൻ ശ്രമിച്ചാലും അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമല്ലേ ഉള്ളൂ. അതിന്റെ എല്ലാ കുറവുകളും അവളുടെ സ്വഭാവത്തിലുണ്ട്. ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ് ശരി. നന്ദേട്ടൻ കൂടി പോയതിനു ശേഷം എനിക്ക് സ്വന്തം എന്ന് പറയാൻ അവൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ആഗ്രഹിക്കുന്ന എന്തും ഞാൻ അവൾക്ക് സാധിച്ചു കൊടുത്തു. പക്ഷേ ഇപ്പോ എന്റെ പണത്തിനോ സ്വാധീനത്തിനോ വാങ്ങാൻ കഴിയാത്ത ഒരു ആഗ്രഹത്തിന് പുറകെയാണ് അവള്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ പേര് സന്ദീപ് എന്നാണ്.
അനഘ സന്ദീപിനെ വല്ലാണ്ട് ആഗ്രഹിച്ചു പോയി മീര. എന്ത് ചെയ്തിട്ടാണെങ്കിലും സന്ദീപിനെ അവൾക്ക് കൊടുത്തേ മതിയാവൂ എനിക്ക്. അതിന് മീരയുടെ സഹായം എനിക്ക് വേണം. മീര പറയുന്നു, സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം നടക്കുന്നതിന് ഞാൻ എന്ത് സഹായം ചെയ്യാനാ? ഞാൻ സംസാരിച്ചാലൊന്നും അവളെ കേൾക്കില്ല. പിന്നെ ഈ ഇടയായിട്ട് അവളുടെ മനസ്സൊന്ന് മാറി നിൽക്കുകയാണ്. ഇടയ്ക്ക് മറ്റൊരു വിവാഹത്തിന് വരെ അവൾ സമ്മതിച്ചു. അതിന് എന്താ കാരണമെന്ന് അവിടെ ആർക്കും അറിയില്ല. പെട്ടെന്ന് അന്ന് ആതിരയോട് പറഞ്ഞ ഭീഷണിയെ പറ്റി അവന്തിക ആലോചിക്കുന്നു. ആരും അറിയാതെയുള്ള ഭീഷണിയായിരുന്നു അത്. മീര പറയുന്നു, ഇതിപ്പോൾ സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം നിങ്ങൾ ഉറപ്പിച്ചതല്ലേ? ഇനി കുഴപ്പമൊന്നും ഉണ്ടാവുന്ന ലക്ഷണമില്ല. അവന്തിക പറയുന്നു, ഒരു പരിധിവരെ ഇതൊരു ആശ്വാസമാണ്. എങ്കിലും ഒരു മുൻകരുതൽ എടുക്കണം. അതിനാണ് എനിക്ക് മീരയുടെ സഹായം വേണ്ടത്. ആതിര ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കരുത്. അവള് സന്ദീപിന് മുന്നിൽ വരാതിരുന്നാൽ വേറൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ എന്ന് മീര പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, പറഞ്ഞു തരാം. അങ്ങനെ കുറെ കാര്യങ്ങൾ അവന്തിക മീരയോട് പറയുന്നു. ശേഷം അവർ രണ്ടുപേരും ഷോപ്പിൽ നിന്നിറങ്ങി. അവന്തിക ചോദിക്കുന്നു, എന്താ ഇത് മീരയെ കൊണ്ട് കഴിയില്ലേ? മീര പറയുന്നു, പറ്റും, പക്ഷേ സ്വന്തം കുടുംബത്തോട് തന്നെ ഞാൻ വെറുതെ വേണ്ട എന്ന് പറഞ്ഞ് കാറിന്റെ അടുത്തേക്ക് പോയിട്ട് അവന്തിക ഒരു സ്വർണ്ണമാലയും കമ്മലും എടുത്തുകൊണ്ട് വരുന്നു. അത് കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് മീരയുടെ. ഈ ഒരു ചെറിയ കാര്യത്തിന് മീരയ്ക്ക് ഇത്രയും വലിയ പ്രതിഫലം പോരെ എന്ന് അവന്തിക ചോദിച്ചപ്പോൾ മതിയെന്ന് പുഞ്ചിരിയോടെ പറയുകയാണ് മീര. പിന്നെ 1,00,000 രൂപയുടെ ചെക്കും അവന്തിക മീരയ്ക്ക് കൊടുത്തു. ഇതും എടുക്കാമെന്ന് പറയുന്നു. ധാരാളം ബുദ്ധിമുട്ടുള്ള സമയമാണ്. അനൂപേട്ടൻ ഇതുവരെ ജോലിയൊന്നും ശരിയായില്ല. അച്ഛന്റെ പെൻഷൻ പൈസയിൽ ആ കുടുംബം തള്ളി നീക്കുന്നത്. ആദ്രമോളുടെ ഫീസും കുടിശ്ശികയായി കിടക്കുക. ഇത്രയൊക്കെ ബാധ്യതയുള്ള എന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ചെക്ക് എഴുതി തരുമ്പോൾ ഞാൻ വേണ്ടാന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുക്കുവാണ്. നാണം കെട്ടും പണം ഉണ്ടാക്കിയാൽ നാണക്കേട് ആ പണം തന്നെ മാറ്റിത്തരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതിന്റെ പാപങ്ങൾ പൊറുക്കാൻ ഈ പണത്തിൽ നിന്ന് തന്നെ ഒരു തുക അമ്പലത്തിൽ ഞാൻ കാണിക്കയിട്ടോളാം. അവന്റെ കയ്യിന് ഈ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. ആതിര ഈ വിവാഹത്തിന് ഉണ്ടാകില്ല, ഉറപ്പ് എന്ന് മീര അവന്തികയ്ക്ക് വാക്ക് കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക വീട്ടിലേക്ക് വന്നു. സ്നേഹ അവിടെ ഇരിക്കുന്നത് കാണുന്നു. നീന്നോ കോളേജിൽ പോയില്ലേ എന്ന് സ്നേഹയോട് അവന്തിക ചോദിച്ചു. രാവിലെ ഒരു തലവേദന. അപ്പോ അർച്ചന എടുത്തി പറഞ്ഞു ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കാനെന്ന് സ്നേഹ. ഓഹോ, അപ്പോ അർച്ചന എടുത്തിയാണോ ഇപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് സ്നേഹയോട് പറയുന്നു, ഒരു ചെറിയ തലവേദന വന്നാൽ ഒരു ദിവസത്തെ ക്ലാസ് മുടക്കുകയാണോ ചെയ്യേണ്ടത്? വയ്യെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകണം. അല്ലാതെ ഏടത്തിയുടെ അഭിപ്രായം ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. നീ എന്നോടൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നതുമില്ല, എന്റെ അടുത്തേക്ക് വരാറുമില്ല. എന്താ നിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? അവന്തിക എടുത്തി തിരക്കിലായതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി. അവന്തിക പറയുന്നു, നീ ഇപ്പോ എല്ലാ കാര്യങ്ങളും അർച്ചനയോട് മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ. എന്റെ മുന്നിൽ പോലും വരാറില്ല. അതുകൊണ്ടാ ചോദിച്ചത്. തിരക്കുകളൊക്കെ എനിക്ക് അർച്ചന ഇവിടേക്ക് വരുന്നതിന് മുമ്പും ശേഷവും ഒരുപോലെ തന്നെയാണ്. അത് കേട്ട് സ്നേഹ പറയുന്നു, എഴുതി പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. അവന്തിക എഴുതിയും അർച്ചന എഴുതിയും എനിക്ക് ഒരുപോലെയാണ്. അവന്തിക പറയുന്നു, പറഞ്ഞു വരുമ്പോൾ ഞാനും അർച്ചനയും ഏട്ടത്തിമാരാണ്. പക്ഷേ പെറ്റമ്മയും പോറ്റമ്മയും തമ്മിലുള്ള അന്തമുണ്ടതിന്. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഏട്ടന്മാരുടെ ഭാര്യയാണ്. അപ്പോ നിനക്ക് തോന്നും നീ അവന്തികയും അർച്ചനയും ഒരുപോലെയാണെന്ന്. നീ പണ്ട് സ്കൂളിൽ നിന്ന് വായിച്ച് പഠിച്ചു കാണും എന്ന് പറഞ്ഞ് ഒരു കവിതയുടെ കുറച്ചു ഭാഗം സ്നേഹയെ വായിച്ച് കേൾപ്പിക്കുകയാണ് അവന്തിക. ധർമ്മത്തിന്റെ ചേർച്ച കൊണ്ട് നിനക്ക് അങ്ങനെയൊരു ആശ വേണ്ട. ഇപ്പോഴും നിന്റെയും സന്ദീപിന്റെയും കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെയാണ്. രക്ഷിതാവും സംരക്ഷകയും ഒക്കെ ഞാനായിരിക്കെ ഏത് കാര്യങ്ങളിലും എന്റെ അഭിപ്രായം ചോദിക്കുകയും എന്റെ അഭിപ്രായം മാനിക്കുന്നതിനും ഒരു മടിയും വേണ്ട. സ്നേഹ പറയുന്നു, എടുത്ത് ഇത്രയൊക്കെ പറയാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇന്ന് ഒരു ദിവസം കോളേജിൽ പോയില്ലെന്നല്ലേ ഉള്ളൂ. ഇനി മുതൽ ഞാൻ അവന്തിക എടുത്തിയോടെല്ലാം ചോദിച്ചിട്ടേ ചെയ്യൂ, പോരെ? അവന്തിക എടുത്തി, പക്ഷെ എന്നോടും കൂടി കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം. ഞാനുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ എനിക്കും എടുത്തിയും തമ്മിലുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുള്ളൂ. അത് കേട്ട് അവന്തിക പറയുന്നു, ശരി, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. സന്ദീപ് അനഘയെ വിവാഹം കഴിക്കുന്നതാണോ ആതിരയെ വിവാഹം കഴിക്കുന്നതാണോ നിനക്കിഷ്ടം? അത് കേട്ട് ഒന്നും മിണ്ടാതെ ആലോചിക്കുകയാണ് സ്നേഹ. അവന്തിക പറയുന്നു, എനിക്കും അർച്ചനയ്ക്കും ഒരേ സ്ഥാനമാണ് നിന്റെ മനസ്സിലെന്ന്. അനഘയായാലും ആതിരയായാലും നിനക്ക് സമ്മതമാവേണ്ടതാണ്. പക്ഷെ നിന്റെ മുഖലക്ഷണം അവലക്ഷണമാണ് കാണിക്കുന്നത്. അതായത് നിന്റെ ഉത്തരം ആതിര എന്നാണ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പക്ഷെ നീ പറയേണ്ടിയിരുന്നത് അനഘ എന്നായിരുന്നു. നീ അനഘയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോൾ നല്ല നിഷ്കളങ്ക മുഖമായിരുന്നു നിനക്ക്. ഇപ്പൊ കണ്ടില്ലേ എന്തോ കള്ളത്തരം ഒളിപ്പിക്കുന്നത് പോലെ? എനിക്ക് എപ്പോഴും നിന്റെ പഴയ ചിരിച്ച മുഖം കാണാനായി ഇഷ്ടം. എന്നിട്ട് അവന്തിക അനഘ അവിടേക്ക് വിളിക്കുന്നു. അനഘ ഇവിടെ ഇല്ല. ഞാൻ നേരത്തെ മുറിയിലേക്ക് പോയി നോക്കിയപ്പോഴും അനഘ ഇവിടെ ഇല്ലായിരുന്നു എന്ന് സ്നേഹ പറയുന്നു. അവന്തിക അനഘയുടെ ഫോണിൽ വിളിച്ചു നോക്കുന്നു. ഫോണും കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എവിടെ പോയെന്ന് അവന്തിക പറയുന്നു. അർച്ചന ആ സമയം അവിടെ എത്തി. അർച്ചന അനഘയെ കണ്ടോ എന്ന് അവന്തിക ചോദിക്കുന്നു. രാവിലെ എങ്ങോട്ടോ ഒരുങ്ങി പോകുന്നത് കണ്ടു എന്ന് അർച്ചന പറയുന്നുണ്ട്. നിന്നോട് പറഞ്ഞില്ലേ അവൾ എങ്ങോട്ടോ പോകുന്നെന്ന്?
എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അർച്ചന ഉറച്ച ശബ്ദത്തോടെ പറയുന്നു, അനഘ പോകുന്ന സ്ഥലമൊക്കെ എനിക്കറിയണോ? ഞാൻ അറിയണോ? ഇത് ഞാൻ പറഞ്ഞതല്ല, എവിടെ പോകുന്നു എന്ന ചോദ്യത്തിന് അനീതി പറഞ്ഞ ഉത്തരമാണ്. പിന്നെ സ്നേഹയോട് നിന്റെ തലവേദന എങ്ങനെയുണ്ട് എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു. നീ വാ, നിനക്ക് ഞാൻ കുറച്ച് മരുന്ന് നെറ്റിയിൽ തേച്ചു തരാം എന്ന് അർച്ചന പറയുന്നു. സ്നേഹ അവന്തികയൊന്ന് നോക്കി. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒരുപാട് സംസാരിച്ചു നിന്നാൽ തലവേദന കൂടത്തേ ഉള്ളൂ. ഉപദേശങ്ങൾ കേട്ട് കേട്ട് മടുത്തു എന്ന് നീ എപ്പോഴും എന്നോട് പറയാറില്ലേ? പിന്നെ ഈ ഉപമയും ഉൾപ്രേക്ഷയും കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് വശമില്ല. ഉള്ളതുള്ളതുപോലെ മുഖത്ത് നോക്കി പറയാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ പറയാതിരുന്നിടത്തോളം കാലം കുറ്റക്കാരിയാവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ വഴിയൊന്ന് മാറ്റിവെട്ടുകയാണ്. ഇങ്ങോട്ടൊന്നിന് രണ്ടങ്ങോട്ട്, അതാണ് ഇപ്പോ എന്റെ പോളിസി. എന്നിട്ട് സ്നേഹയും കൂട്ടി പോവുകയാണ് അർച്ചന. ഒന്നും മിണ്ടാതെ അവന്തിക അവരെ നോക്കുന്നു. ഇതേ സമയം വൃന്ദാവനത്തിൽ അവന്തിക കൊടുത്ത മാല കഴുത്തിൽ വെച്ച് നോക്കുകയാണ് മീര. അവിടേക്ക് കമല വന്ന് നോക്കുന്നു. ഇത് കമല കാണുന്നുണ്ട്. പെട്ടെന്ന് മാല ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു ധൃതിയിലാണ് മീര. കമല ചോദിക്കുന്നു, എന്താടി, എന്താ നിന്റെ കയ്യില്? എടി, നിന്റെ കയ്യിൽ എന്താണെന്ന്. ആ മാല അമ്മ വാങ്ങിച്ചു നോക്കുന്നു. ഇത് സ്വർണ്ണമാണോടി? ഇത് എവിടെ നിന്നാ നിനക്ക്? എടി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നിനക്കിത് എവിടെ നിന്നാന്ന് എന്നെ കമല പറഞ്ഞപ്പോൾ മീര ഒരു പരുങ്ങലോടെ പറയുന്നു, അത് എന്റെ ഒരു കൂട്ടുകാരിയുടെയാ, ഞാൻ ഇടാൻ വാങ്ങിച്ചതാ, ഇങ്ങോട്ട് തരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് കമലയുടെ കയ്യിൽ നിന്ന് ആ മീര അത് വാങ്ങാൻ ശ്രമിക്കുന്നു. കമല പറയുന്നു, ഇടാൻ വാങ്ങിയതെന്നോ? ഇതിട്ടിട്ട് നീ എവിടെ പോകുന്നു? അത് പിന്നെ നെല്ലിശ്ശേരിയിലെ വിവാഹത്തിന് പോണ്ടേ? എവിടേക്കെങ്കിലും പോകുമ്പോൾ മുക്കുവണ്ട ഇട്ടോണ്ടാ ഞാൻ പോകുന്നത്. ഉണ്ടായിരുന്ന സ്വർണം മുഴുവനും അനുപേട്ടൻ പണയം വെച്ചില്ലേ, അതുകൊണ്ട് ഞാനിത് വാങ്ങി വെച്ചത് എന്നെ മീര പറഞ്ഞപ്പോൾ കമല പറയുന്നു, എന്തിനാടി ഇല്ലാത്ത പത്രാസ് കാണിക്കാൻ പോകുന്നത്? ശരിയാണ്, എന്റെ മോൻ നിന്റെ ആഭരണങ്ങളൊക്കെ എടുത്ത് പണയം വെച്ചു. അത് തിരികെ തരുമല്ലോ. അത് അവന് വേണ്ടി മാത്രമല്ലല്ലോ, ഈ കുടുംബത്തിനു വേണ്ടിയല്ലേ. അത് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് മീര പറയുന്നു, തൽക്കാലം അമ്മയോട് തർക്കിക്കാൻ ഞാനില്ല. അമ്മ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും. കമല പറയുന്നു, നാളെയാണ് ആ സഹകരണ ബാങ്കിലെ ലോൺ അടയ്ക്കേണ്ട ദിവസം. നീ അനൂപിനോട് കാര്യം പറഞ്ഞ് ആ പൈസ ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കണം. എത്രയമ്മേ ബാങ്കിൽ അടയ്ക്കാനുള്ളത്? നമുക്ക് ആ പൈസ അങ്ങ് ക്ലോസ് ചെയ്താലോ എന്ന് മീര. അത് കേട്ട് ഞെട്ടലോടെ കമല മീരയെ നോക്കുന്നു. അത് നമുക്ക് നാളെ തന്നെ അടച്ച് തീർത്തേക്കാമെന്ന് മീര. ദേ മീര, നീ തമാശ കളഞ്ഞിട്ട് നാളത്തെ ഒരടവിനുള്ള പൈസയെങ്കിലും അവനോട് വാങ്ങിച്ചു വെക്കും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഇത് കഴുത്തി വെച്ചോണ്ട് സ്വപ്നമൊന്നും കാണണ്ട. നെല്ലിശ്ശേരിയിലെ വിവാഹത്തിന് പോണോ വേണ്ടയോ എന്ന് ഇതുവരെ ഒരു തീരുമാനത്തിൽ പോലും എത്തിയില്ല. ലക്ഷണം കണ്ടിട്ട് അനൂപ് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആതിര അവിടേക്ക് വന്നിട്ട് പറയുന്നു, അമ്മേ, അരി തിളയ്ക്കുന്നുണ്ട്, ഒന്ന് വന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ആതിര പോകാൻ തുടങ്ങിയപ്പോൾ, നീ അവിടെ ഒന്ന് നിന്നേ എന്ന് മീര പറയുന്നു. എന്താ നിന്റെ ഉദ്ദേശം? സന്ദീപിന്റെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണെന്ന് എന്ന് മീര ആതിരയോട് ചോദിച്ചപ്പോൾ, കാര്യം ഞാൻ പറയാമെന്ന് കമല പറയുന്നു. രണ്ടുപേരും കമലയെ നോക്കി നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.